ഹലോ. വൈകുന്നേരം ആയപ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഈ ഫ്ലാറ്റിനകത്ത് ഇരിക്കുന്നതേ നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പുറത്തോട്ട് പോകും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ. നല്ല മഴയാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻ്റാണ് നിളയെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ മാസമായി. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു സ്ഥിരം ഇടയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് താമസമായല്ലോ. അപ്പം ഞങ്ങൾ ഇവിടെ പോവാറില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ പോയി. നിള എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ നമ്മൾ നന്നായിട്ട് അറിയാം. എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. എല്ലാവരെയും ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പം നിൽക്കുന്ന സ്റ്റാഫ് എല്ലാം വേറെ ആയിരുന്നു. എല്ലാം വേറെ ആൾക്കാരായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പും ഉണ്ട്. അവിടെയുള്ള പലഹാരങ്ങളെല്ലാം തീർന്നു പോയി. ഞങ്ങൾ രാത്രിയല്ലേ വന്നേ. അപ്പോൾ എല്ലാവരും സദ്യയാകുമ്പോൾ തന്നെ എല്ലാവരും വന്ന് ചായ കുടിക്കുമ്പോൾ തീർന്നു. അപ്പം ഞങ്ങൾ ആ ഷോപ്പിൽ ചോദിക്കുമായിരുന്നു, ഇവിടെ പുതിയ സ്റ്റാഫാണോ, പഴയ ആൾക്കാരെ കണ്ടില്ലല്ലോ. അപ്പോൾ ഒരു തമിഴ് ആളാണ് വന്നത്. അപ്പോൾ ആ ആളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പുതിയ സ്റ്റാഫാണെന്ന് പറഞ്ഞു. അപ്പോൾ പരിചയമുള്ള ആരെയും കണ്ടില്ല. അപ്പോൾ റിസപ്ഷനിലായാലും വേറെ കുട്ടിയാണ് ഇരുന്നത്, നമുക്കറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് മോള് ചോദിക്കുകയാണ്, പെപ്പർ ഇതെന്താന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പെപ്പർ സോൾട്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തത്, നമ്മൾ വീറ്റ് പൊറോട്ടയും പിന്നെ ചിക്കൻ സ്റ്റൂവും പിന്നെ മോനും കൂടെ ചിക്കൻ 65. ഇവിടുത്തെ ചിക്കൻ 65 ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ബോൺലെസ് ആണ്. പക്ഷെ നമ്മൾ വേറെ എവിടെ പോയി ചിക്കൻ 65 വാങ്ങിയാലും ഞങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. എന്നുവെച്ചാൽ ഒന്നിൽ ബോൺ കാണും, അല്ലെങ്കിൽ ടേസ്റ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ഇവിടുത്തെ ചിക്കൻ 65 ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. എന്ന് വെച്ചാൽ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വേറെ കഷ്ടപ്പാടുകളൊന്നുമില്ല, എല്ലൊന്നുമില്ല. അവർക്ക് പെട്ടെന്ന് ഇങ്ങെടുത്ത് കഴിക്കാം. പിന്നെ നമ്മൾ പോയിരിക്കുമ്പോൾ സ്റ്റാർട്ടറായിട്ട് അവരിങ്ങനെ കുക്കുംബറും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് കൊണ്ട് തരും. അപ്പോൾ മോന് അതിലുള്ള ഈ ലെമൺ ഇച്ചിരി എടുത്ത് വായി തേച്ച് കൊടുത്തെന്ന് തോന്നുന്നു. അതാണ് അവൾ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേർക്കും കുക്കുംബറും ക്യാരറ്റും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അവർ തകർത്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പിന്നെ ലെമൺ എടുത്ത് അതിൽ ഒഴിച്ചിട്ട് ചേട്ടൻ്റെ വായിലും എൻ്റെ വായിലൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്കറിയാം അതിൽ ലെമണും ഇതും ചേർത്തിട്ടാണ് ഞങ്ങൾക്ക് തരുന്നതെന്നറിയാം. പക്ഷെ അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ നമ്മളിതൊന്നും കണ്ടിട്ടില്ല എന്നാണ്. അപ്പം നമ്മൾ അങ്ങ് അഭിനയിക്കും, ഓക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്ന്. എന്നിട്ട് അത് കഴിക്കും, കഴിക്കും. അപ്പോൾ അവർ ഹാപ്പിയാവും. ഞങ്ങളിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ഫുഡ് വന്നു. ഇതാണ് ചിക്കൻ 65 കേട്ടോ. ഇതിൽ ബോണൊന്നും ഇല്ലായിരിക്കും. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. അവർക്ക് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം മോനും ഞാൻ വേറെ ഏത് ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ 65 വാങ്ങിയാലും ഇങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് വാങ്ങാറില്ല, ഫ്രൈ വാങ്ങാറില്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെയാണ് ഇഷ്ടം. ഇവർക്ക് വലിയ ഇതൊന്നും അവർക്ക് ഇഷ്ടമില്ല. അപ്പം ഞാനും എടുത്ത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിയത് മറ്റേ ചിക്കൻ സ്റ്റൂവും വീറ്റ് പൊറോട്ടയായിരുന്നു. ചിക്കൻ സ്റ്റൂ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു 6 വീറ്റ് പൊറോട്ടയും ഇതുമാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചായയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പൊക്കെ വേണമെന്ന് കേട്ടവർ. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. ഇത് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളായി. പിന്നെ പൊറോട്ടയും മോൾക്ക് വീറ്റ് പൊറോട്ടയാണ് വാങ്ങിയത്. അപ്പോൾ അവൾ പൊറോട്ട കുറച്ചേ കഴിച്ചുള്ളൂ. എല്ലാം അവൾ ഇച്ചിരിയേ കഴിക്കുകയുള്ളൂ. ഒക്കെ ഇതിലൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ സ്റ്റൂ മോനും കഴിച്ചിട്ടുണ്ടായിരുന്നു, മോള് കഴിച്ചിട്ടില്ലായിരുന്നു. മോന് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൂ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പിച്ച് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പിച്ച് ഇട്ട് വെച്ച് കൊടുത്ത് 1 2 3 1 2 3 എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്നേറ്റെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, മോളെ 1 2 3 1 പീസ് ഫസ്റ്റ് കഴിക്കണം, സെക്കൻഡ് പീസ് സെക്കൻഡ് കഴിക്കണം, ചവച്ച് കഴിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊറോട്ടയും സ്റ്റൂ ഒക്കെ കൂടെ വെച്ച് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ സ്റ്റൂ സൂപ്പർ. അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ വന്ന് ചോദിച്ചു, ഫുഡ് കൊള്ളാവോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയും വാങ്ങിച്ച് കുടിച്ചു. നല്ലൊരു സ്ട്രോങ് ചായയായിരുന്നു. എനിക്ക് ഈ കടുപ്പം കൂടുന്ന ചായ അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ കടുപ്പം കുറച്ച്, എനിക്ക് അങ്ങനത്തെ ചായയാണ് ഇഷ്ടം. നേരത്തെയൊന്നും ചായയുടെ അടുത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ചായ അങ്ങനെ കുടിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ ഈ ഇടയായിട്ടൊക്കെ ചായ കുടിക്കാൻ ഇഷ്ടമുണ്ട്. ഇടയെന്നല്ല, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ചായയുടെ അടുത്തൊരു ഇഷ്ടമുണ്ട്. അതിൽ പണ്ടൊന്നും എനിക്ക് ചായയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കുടിക്കും. ഇപ്പോൾ ഇഷ്ടമാണ്, ചായ ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്.
അങ്ങനെ ചായ നല്ല ആസ്വദിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ഗ്രോസറി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണമായിരുന്നു. അപ്പം മോൾ അവിടെ നിന്ന് അവളെ കയ്യിലിരിക്കുന്ന ഡോള് പോരാഞ്ഞിട്ട് അവൾക്ക് വേറൊരു ഡോള് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ്. നമ്മൾ മാക്സിമം അവളെ വാങ്ങിച്ച് കൊടുക്കാതെ മാറിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്ന് വെച്ചാൽ എവിടെ പോയാലും അവൾക്കൊരു ഡോള്, ഒരു ചെറിയ ഡോളെങ്കിലും അവൾക്ക് കയ്യിൽ കിട്ടണം. അപ്പം ഞങ്ങൾ ആ ശീലം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരില്ല മോളെ, ഈ ഡോള് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് കൈ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ കുഴപ്പമില്ല, അവൾ ഓക്കെ ആയിട്ടിരുന്നു. പിന്നെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഐസ്ക്രീം ടെഡി ബിയറിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കതിൽ നിന്നൊന്നും എടുത്ത് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, അതല്ല ഇവിടെ തണുപ്പൊക്കെ അല്ലേ, പിന്നെ മോന് ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് എടുത്തില്ല. ഞാനിങ്ങനെ നോക്കി ആസ്വദിച്ചിട്ട് കൊതി വന്നിട്ട് വയ്യായിരുന്നു, എന്നാലും ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു ബലൂൺ വാങ്ങിച്ചു കൊടുക്കുമെന്ന് കേട്ടു. അപ്പോൾ ആ ബലൂൺ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം അവൾക്കൊരു ഡക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡക്കെടുത്ത് കയ്യിൽ കൊടുത്തു. എന്നിട്ട് ബില്ലിടാൻ സമയത്ത് അവൾ പറഞ്ഞു അവൾക്ക് ഡക്ക് വേണ്ട, അവൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു. ഇത് കിറ്റനെന്ന് തോന്നുന്നു, ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി നേരെ കാറിലോട്ട് വന്നു. കാറിൻ്റെ അടുത്ത് കാറാണെങ്കിൽ ഫുള്ള് അഴുക്കായിട്ട് കിടക്കണം. അഴുക്കെന്ന് വെച്ചാൽ ചെറിയ ചാറ്റൽ മഴ ആയപ്പോഴേ അതിങ്ങനെ മൊത്തം കാറിൽ മൊത്തം ഇങ്ങനെ കഴുകിയിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ മഴ സമയത്ത് ഇങ്ങനെയാണ്. പിന്നെ സൈഡിലൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ ആരെങ്കിലും കൊടുക്കുമ്പോൾ അവരത് വാഷ് ചെയ്ത് തരും, അത് പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിക്കാൻ സമയത്ത് മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചാറ്റൽ മഴയൊക്കെ പോയി. പിന്നെ ഞങ്ങൾ വീട് എത്തിയതിന് ശേഷം ഒരു കുറച്ച് നേരം മഴയുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മഴ പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്